വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലെന്നും അത് ഓട്ടോ പിടിച്ചായാലും വരുമെന്നും കേരളത്തെ കാണിച്ചു തന്ന അഭിവന്ദ്യ സമുദായാചാര്യന് സ്വാഗതം ഓതിക്കൊണ്ട് ഇന്നത്തെ പരദൂഷണ മഹാമഹം ആരംഭിക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു ഇടുത്തി ഇനി ആർക്കുമേളിലും വീഴാനില്ല. മോങ്ങാനിരുന്ന ആളിൻ്റെ തലയിൽ തേങ്ങ വീഴുന്നതുപോലെ ഒരു അവസ്ഥ. അതാണ് ശ്രീമാൻ വെള്ളാപ്പള്ളിജിക്ക് സമുദായ വിപ്ലവം നടത്താൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ കിട്ടിയ സമ്മാനം. ഇടവും വലവും തിരിയാൻ സമ്മതിക്കാതെ കേരളത്തിലെ മറ്റു പാർട്ടിക്കാർ തടയിടുന്നതിനിടെ ബിജു രമേശ് ഇങ്ങനെ ചെക്ക് വെച്ച് കളയുമെന്ന് ടിയാൻ ഒരിക്കലും കരുതി കാണാനിടയില്ല. നടേശ മുതലാളിക്ക് എത്ര ശത്രുക്കളുണ്ടെന്ന് സെൻസസ് എടുക്കാൻ പറ്റിയ സമയമാണിത്. അത്രയ്ക്കുണ്ട് മഹത്വം. സ്വാമിയും ശ്രീ വെള്ളാപ്പള്ളി നടേശനും കൂടി ദുബായിൽ നിന്നും ബഹറിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് അവിടുത്തെ മീറ്റിങ്ങിന് പോകാൻ ഇരിക്കുകയായിരുന്നു എന്നും അവിടെ ഉണ്ടായ തർക്കത്തിൽ വെച്ച് പകലുണ്ടായ സംസാരത്തിലും സാമ്പത്തികമായി വെള്ളാപ്പള്ളി നടത്തുന്ന ഇതിനെക്കുറിച്ചുള്ള കുറേ ദിവസമായി അതിനെക്കുറിച്ച് സ്വാമി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പല പേപ്പറുകളും സ്വാമി സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈഴവ മഹാസഭ എന്ന് പറഞ്ഞൊരു സഭയെ രണ്ടാമത് പുനർജീവിപ്പിച്ച് സ്വാമി വെള്ളാപ്പള്ളി നടേശനെതിരെ കരുക്കൾ ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒഴുക്ക് മോശമായി തുടങ്ങിയപ്പോൾ ഉണ്ടാക്കി അതിനെ സ്വാമി തന്നെയാണ് കൊണ്ടുവന്ന് നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ അതിൻ്റെ ഓഫീസ് തുടങ്ങിച്ചു. അപ്പോൾ അങ്ങനെ പല നീക്കങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശന് ഭയം തുടങ്ങിയായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ദുബായിൽ വെച്ച് സ്വാമിയുമായി തെറ്റുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഈ തെറ്റിയ സാഹചര്യത്തിലാണ് അന്ന് രാത്രി മദ്യപിച്ച് തുഷാർ വെള്ളാപ്പള്ളി ചെന്നിട്ട് സ്വാമിയെ മർദ്ദിക്കുകയുണ്ടായി. സ്വാമി അന്ന് രാത്രിക്ക് തന്നെ ബഹറിൽ അടുത്ത ദിവസം പോകാനും നിന്നില്ല. സ്വാമി രാത്രി തന്നെ ഡൽഹി ഫ്ലൈറ്റിന് ഡൽഹിക്ക് വരികയും അവിടെ നിന്ന് രാവിലെ തിരുവനന്തപുരത്ത് വരികയും അവിടെ നിന്നാണ് സ്വാമി തിരിച്ച് ഇവിടെ പോവുകയും ഈ പറയപ്പെടുന്ന അദ്വൈത ആശ്രമത്തിലേക്ക് അടുത്ത ദിവസം പോവുകയും ചെയ്യുകയുണ്ടായത്. ശാശ്വതാനന്ദ സ്വാമിജിയുടെ സമാധിയുമായി ജലസമാധിയുമായി ബന്ധപ്പെട്ടാണ് എനിക്കുള്ള പങ്കിനെ പറ്റിയാണ് ഇന്നലെ ബിജു രമേശ് ഉന്നയിച്ച ഒരു ആരോപണം ഞാൻ കേൾക്കുകയുണ്ടായി. ഈ ആരോപണം ഇപ്പോൾ തുടങ്ങിയതല്ല, വളരെ നേരത്തെ തുടങ്ങിയ ഒരു ആരോപണം. ആ ആരോപണം ഏതാണ്ട് 13 കൊല്ലങ്ങളായി ഈ സംഭവം നടന്നിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരെ കേസുണ്ടായിട്ടുണ്ട്. ആ കേസെല്ലാം തന്നെ വിചാരണ നടത്തി അദ്ദേഹം ജലസമാധി അടഞ്ഞതാണ് എന്ന് കണ്ടെത്തിയ ഒരു സത്യമാണ്. പക്ഷേ സ്വാമി മരിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ബോഡി സംസ്കാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം താമസിച്ചിരുന്ന മുട്ടടയുള്ള വീട്ടിൽ വരികയും അവിടെ ഉണ്ടായിരുന്ന സ്വാമിയുടെ മുഴുവൻ റെക്കോർഡ്സും അദ്ദേഹത്തിൻ്റെ അലമാര തുറന്ന് കംപ്ലീറ്റ് റെക്കോർഡ്സും അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറ്റി ഡിക്കിയിൽ കയറ്റി തിരിച്ചു പോയിട്ടാണ് സ്വാമിയുടെ ഫ്യൂണറൽ ചടങ്ങിന് അതിനുശേഷം ഉണ്ടായ ചടങ്ങുകൾക്കൊക്കെ അദ്ദേഹം കൂടുകയും പങ്കെടുക്കുകയും ചെയ്തത്. സ്വന്തം പാർട്ടിയുടെയും അതുവഴി കിട്ടുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തിൻ്റെയും മധുര സ്വപ്നങ്ങളിൽ ഊയലാടി നിൽക്കുന്നതിനിടെയാണ് ബിജു രമേശ് ഈ ചതി പറ്റിച്ചു കളഞ്ഞത്. ഇനി സ്വപ്നങ്ങൾ അയവിറക്കി കാലം കഴിക്കാമെന്നല്ലാതെ മറ്റു വഴിയില്ലെന്നാണ് തോന്നുന്നത്. ഈശ്വരചിന്ത തന്നെ ശരണം. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് നിലപാടില്ലാത്തവനാണ്. എനിക്ക് എല്ലാത്തിനും നല്ല നിലപാടുണ്ട്. പക്ഷേ അത് മാധ്യമ വിചാരണ നടത്തി നമ്മളെ നശിപ്പിക്കുക. പ്രത്യേകിച്ചാണെങ്കിൽ കണ്ടില്ല ഇന്നലെ കൈരളി ഞങ്ങൾ ആളുകളിന് വരുന്ന പ്രശ്നത്തെപ്പറ്റി ഞങ്ങളിന്ന് കൗൺസിലിൽ കൂടി തീരുമാനിക്കാതിരിക്കുക. ആരോപണങ്ങൾ ഇപ്പോൾ ദേശാഭിമാനിയിൽ ഒരു ആരോപണം ഇപ്പോൾ ഏതായാലും പത്രം നോക്കിയാൽ ഞാനല്ലാതെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് വെള്ളാപ്പള്ളി ഇത്രയും വലിയ ഹെഡിങ്ങിൽ പത്രത്തിന് തലക്കെട്ട് കിട്ടാൻ ഞാൻ ഇനി 2 ജന്മം ഇരുന്നാലും ഒക്കുമായിരുന്നു. നടേശൻ മുതലാളിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരിൽ ഭൂരിഭാഗവും സ്വസമുദായത്തിൽ നിന്നാണെന്നതാണ് വലിയ തമാശ. സ്വന്തം സമുദായത്തിൽ ഐക്യമുണ്ടാക്കാൻ കഴിയാത്ത നടേശൻ മുതലാളിയാണോ ഹിന്ദുക്കളിലെ നാനാജാതികളെയും ഐക്യപ്പെടുത്തി ഉദ്ധരിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ആലോചിച്ച് തലമുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ചീഫ് വിപ്പും മുൻ ചീഫ് വിപ്പും തമ്മിലുള്ള വിഴുപ്പലക്കൽ തുടരുകയാണ്. ചീഫ് വിപ്പ് ചീപ്പ് വിപ്പാണെന്നാണ് മുൻ ചീഫ് വിപ്പിൻ്റെ വാദം. മുൻ ചീഫ് വിപ്പ് പാർട്ടിക്ക് വലിയ വിഴുപ്പാണെന്ന് ഇപ്പോഴത്തെ ചീഫ് വിപ്പും വാദിക്കുന്നു. വാദപ്രതിവാദങ്ങളുമായി വിഴുപ്പലക്കൽ തുടരുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുമ്പിൽ നടന്ന ഗവൺമെൻറ് ചീഫ് ഉണ്ണിയാടനെയുള്ള അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ ക്രോസ് വിസ്താരത്തിൽ ഒരു സത്യം ബോധ്യമായി. മറവി രോഗം ബാധിച്ച ഒരു ചീഫ് വിപ്പാണ് കേരള സർക്കാരിനുള്ളത്. ഒരു കാരണവശാലും ഒരു കാര്യവും ഓർമ്മയില്ലാത്ത ഒരു ചീഫ് വിപ്പിനെയാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ ക്രോസ് വിസ്താരത്തിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത്. 3/6/2015 എനിക്കെതിരെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് പരാതി നൽകിയ ഉണ്ണിയാടൻ 4-ാം തീയതി മുതൽ
4/6 മുതൽ 16/7 വരെ കണ്ടിന്യൂസ് ആയി ഗവൺമെൻറ് ചീഫ് വിപ്പ് എന്ന നിലയിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിപ്പ് എന്ന നിലയിലും എനിക്ക് വിപ്പ് തന്നിട്ടുണ്ട്. വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് വിപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെ വിപ്പ് തന്നതായിട്ട് വിപ്പ് തന്നത് കൊടുത്തിട്ടുണ്ടോ? ഓർമ്മയില്ല അദ്ദേഹത്തിന്. അതിലും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും സഭയിൽ ഹാജരായിരുന്നു ഞാൻ. അതും അദ്ദേഹത്തിന് ഓർമ്മയില്ല. എല്ലാ ദിവസവും UDFന് അനുകൂലമായി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അതും അദ്ദേഹത്തിന് ഓർമ്മയില്ല. KM മാണിയുടെ ബഡ്ജറ്റ്, ധനകാര്യമന്ത്രി ബഡ്ജറ്റ് പാസ്സാക്കുന്നതിനുള്ള ഓട്ടോൺ അക്കൗണ്ടിലും ഫൈനാൻസ് ബില്ലിലും ഒക്കെ ഔദ്യോഗികമായി സ്പീക്കർ, അതായത് പ്രതിപക്ഷം പോൾ ചോദിച്ച് 2-4 വോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാംകുമാർ ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയില്ല. പരിശോധിക്കണം. ഇങ്ങനെ ഒരാളെ എങ്ങനെ ചീഫ് വിപ്പായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സങ്കടം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കത്താണ് വലിയ തെളിവായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ആ കത്ത് സ്റ്റാർട്ട് ചെയ്തതിനെ ഞാൻ കേരള കോൺഗ്രസ് എമ്മിലെ അംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് അദ്ദേഹം കണ്ടിട്ടില്ല. കത്ത് കാണിച്ചിട്ട് കാണുന്നില്ല. ചീഫ് വിപ്പൊക്കെ ആയി ഇരുന്നിട്ടുണ്ടെങ്കിലും PC ആളൊരു പാവമാണെന്ന് നമുക്കറിയാം. പക്ഷേ നിയമസഭയിലെയും MLA ഹോസ്റ്റലിലെയും ജീവനക്കാരുടെ വിചാരം PC ഒരു ഭീകര ജീവിയാണെന്നാണത്രേ. ഈ ചെറുക്കൻ പാവം വരും, അവൻ്റെ നിപ്പ് ചിരിച്ച മടങ്ങാ ചെറുക്കൻ നമ്മുടെ CF തോമസ് സാറിൻ്റെ മുറിയിലാണ് താമസിക്കുന്നത്. ആ പയ്യൻ ഈ വിപ്പ് കൊണ്ട് നടക്കുന്നത്. ഇവൻ വന്നിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ജനമാണ് നിൽക്കുന്നത്. കയറി വരാവോ? എനിക്ക് സാക്കോട് ഞാൻ ഇടേ എൻ്റെ അടുത്ത് ആരും നീ വന്ന് ഇരി, അവൻ ചത്താ ഇരിക്കാൻ. ഞാൻ നീ ഇരിയുടെ, ഞാൻ സ്റ്റാഫ് ഇരുന്ന് ചത്തു, ഇരിയുടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഇരിക്കണം. സാറേ ഞാൻ നീ എന്താ വന്നേ പറ. 2 വിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നീയാണ് വിപ്പിച്ച് വന്നോടൊക്കെ സാറിന് ഒപ്പിട്ട് മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുക. വരണ്ട് നിൽക്കുക. ഈ പാവത്തിനോടൊക്കെ ഇവനൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് ഞാൻ തല്ലു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ സങ്കടം തോന്നി. ഞാൻ ഒരു ചായ കൂടെ കൊടുത്തു. അവൻ ചായ കുടിക്കുക. ഞാൻ അന്നേരം 2 ഒപ്പിട്ട് കൊടുത്തു. അത് തന്നെയല്ല, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് കടലാസം കൊണ്ട് വന്നാൽ ഇവൻ വന്നാൽ അന്നേരെ മേടിച്ച് ഒപ്പിട്ട് സ്റ്റാഫ് തന്നെ കൊടുത്തേക്കണം, ഒരിക്കലും അവരെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞു. അവനൊന്നും ഇപ്പം കൊണ്ട് എന്നും വരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? PC പാവമാണെന്ന് പാർട്ടി ചെയർമാൻ മാണി സാറിന് കൂടി മനസ്സിലാവണ്ടേ? ഇനി ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രവാസികളുടെ ന്യൂ ജനറേഷൻ പാർട്ടിയെക്കുറിച്ചുള്ള പരദൂഷണം. വെള്ളാപ്പള്ളി സാർ ഒരു പാർട്ടി രൂപീകരിക്കാൻ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് പെടുന്നത്. ഇതാ ഒരു കഷ്ടപ്പാടുമില്ലാതെ അതിനിടെ ഒരു കൂട്ടർ ഇവിടെ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞു. പ്രവാസികളുടെ ഒരു പാർട്ടിയുടെ കുറവ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതും ആയി. വെറും പാർട്ടിയല്ല, ന്യൂ ജനറേഷൻ പാർട്ടി. പരശുരാമൻ്റെ മണ്ണിൽ പ്രത്യാശയുടെ പുതുനാമ്പുകളുമായി പ്രവാസികൾക്കായി ഒരു സംഘടനയ്ക്ക് ജീവനിടുന്നു. പ്രവാസി നിവാസി പാർട്ടി. അഖില കേരള കാലുമാറ്റ കക്ഷി. പേരിൻ്റെ അഴകും അർത്ഥവും സൂചിപ്പിക്കുന്നത് പോലെ എല്ലാം കൊണ്ടും പ്രവാസി ജനതയുടെ സർവോന്മുഖമായ പുരോഗതിയും അഭിമാനകരമായ നിലനിൽപ്പും തന്നെയാണ് ഈ സംഘടന ലക്ഷ്യമിടുന്നത്. ജനറേഷൻ സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ന്യൂ ജനറേഷൻ ഇതിൻ്റെ നമ്മുടെ സിമ്പിൾ, പാർട്ടി സിമ്പിൾ തന്നെ മൊബൈൽ ഫോൺ, അത് തന്നെ ഷോ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ന്യൂ ജനറേഷൻ പീപ്പിൾ എന്നുള്ളത്. പിന്നെ it is PNP is for common people's party. It protecting and safeguarding their rights. PNP is a party for entire പ്രവാസീസ്, മുഴുവൻ പ്രവാസീസിനും അതേപോലെ തന്നെ നിവാസീസ്, കേരളത്തിലെ നിവാസീസിനും വേണ്ടിയുള്ളതാണ്. നമ്മുടെ ശരിക്കുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് എ കറപ്ഷൻ ഫ്രീ. പ്രവാസികൾക്കായിട്ട് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ രൂപം കൊള്ളുന്ന ഒരു പാർട്ടിയാണ് പ്രവാസി നിവാസി പാർട്ടി. അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചു. അതിലുപരി ഇപ്പം ഇവിടെ ഒരാൾ ചോദിച്ച ഒരു സംശയം ഒന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യുകയാണ്. പ്രവാസികൾ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ യൂറോപ്പിലോ പോയവരെ മാത്രമല്ല. കേരളം വിട്ട് ഒത്തിരി ആൾക്കാർ കേരളത്തിന് വെളിയിൽ പോയിട്ടുണ്ട്. അവർക്ക് പലർക്കും വോട്ടവകാശമുണ്ട്. ഈ കേരളത്തിന് വെളിയിലുള്ള എല്ലാ മലയാളികളെയും കോർത്തിണക്കി ഒരു കുടക്കീഴിൽ
എല്ലാവരെയും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് PMD മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഭാഗം വയ്ക്കുന്ന ഭഗീരഥ പ്രയത്നത്തിലാണ് നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ നേതാക്കൾ. പ്രചാരണ ജാഥയ്ക്ക് മുന്നേ തന്നെ സ്ഥാനാർത്ഥികളാവാൻ നടക്കുന്നവരുടെ ജാഥയാണ് പലയിടങ്ങളിലും കാണാൻ കഴിയുക. സുധീരൻ, ചെന്നിത്തല, ചാണ്ടി ത്രിമൂർത്തികളെ സമ്മതിച്ചേ മതിയാവും. ഇന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ആഭ്യന്തര ഉപമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുമായി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്തു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി സാമാന്യേന തൃപ്തികരമായ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. സ്വാഭാവികമായും 22,000 സീറ്റുകളെ സംബന്ധിച്ച ചർച്ച നടക്കുമ്പോൾ, തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമാണ്. പക്ഷെ അതെല്ലാം അതിൻ്റേതായ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കപ്പെടും. ഒരു കാരണവശാലും റബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റബലുകളെ പ്രോത്സാഹിപ്പിക്കരുത്. റബലുകളായി ആരെങ്കിലും മത്സരരംഗത്ത് വന്നാൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ മാർഗരേഖയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പരദൂഷണം പറച്ചിൽ ഇന്നുകൊണ്ട് അവസാനിക്കുമെന്ന് കരുതണ്ട. നാളെയും ബാക്കി കാഴ്ചകൾ കാണാം.